ഇന്ന് ഞാനൊരു റഷ്യൻ നാടോടി കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമം ഒരു കടലിനോട് ചേർന്ന ഗ്രാമമായിരുന്നു. അവിടെ ഒരു ഭാര്യ ഭർത്താക്കന്മാർ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ കടലിനടുത്ത് ഒരു കാടുമുണ്ടായിരുന്നു. ഈ ഭർത്താവ് ചിലപ്പോഴൊക്കെ കടലിൽ മീൻ പിടിക്കാൻ പോകും. മീനൊന്നും ഇല്ലാത്തപ്പോൾ കാട്ടിൽ മരം വെട്ടാനും പോകും. അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. വിവാഹം കഴിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് വലിയ വിഷമമായിരുന്നു, പ്രത്യേകിച്ചും ഈ ഭാര്യയ്ക്ക്. ഒരു ദിവസം രാവിലെ ഭർത്താവ് മരം വെട്ടാൻ പോകാൻ ഒരുങ്ങിയപ്പോൾ ഇവരിരുന്ന് കരയുകയാണ്. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞാൻ ജോലിക്ക് പോകല്ലേ, അപ്പം നീ സന്തോഷമായിട്ടിരിക്കണ്ടേ? അപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് വലിയ വിഷമമാണ്, എനിക്കൊരു കുട്ടിയില്ലല്ലോ. ഭർത്താവ് ഒന്നും പറഞ്ഞില്ല. എന്ത് പറയാനാണ്, എപ്പോഴും ഇവരിത് പറഞ്ഞ് കരച്ചിലാണ്. അങ്ങനെ അയാൾ മരം വെട്ടാൻ പോയി. മരമൊക്കെ വെട്ടിയിട്ട് തിരിച്ചു വന്നപ്പോഴും ഭാര്യ ഇരുന്ന് കരച്ചിലാണ്. അപ്പോൾ ദേഷ്യം വന്ന അയാൾ താൻ വെട്ടിക്കൊണ്ട് വന്ന മരക്കഷ്ണങ്ങളിൽ ഒരു ആർഡർ മരത്തിൻ്റെ കൊമ്പുണ്ടായിരുന്നു. അതെടുത്ത് തൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദാ നിനക്ക് തൊട്ടിലാട്ടണം, കൊഞ്ചിക്കണം എന്നൊക്കെയല്ലേ പറയുന്നത്, ഇതിനെ തൊട്ടിലാട്ട്. ദേഷ്യത്തിനങ്ങ് പറഞ്ഞതാണെങ്കിലും ഭാര്യ അത് കാര്യമായിട്ടെടുത്തു. അവർ ആ തടിക്കഷ്ണം തൊട്ടിലിട്ട് ആട്ടാൻ തുടങ്ങി. എന്നിട്ട് താരാട്ട് പാടുക, അതിനോട് സംസാരിക്കുക, അതിനെ കൊഞ്ചിക്കുക ഒക്കെ പതിവായി. ഒരു ദിവസം ആട്ടി, 2 ദിവസം ആട്ടി, 3-ാം ദിവസം തൊട്ടിലാട്ടിയപ്പോൾ ഉണ്ട് അതിനുള്ളിൽ ഒരു കൊച്ചു ആൺകുട്ടി കിടക്കുന്നു. ഭാര്യ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുന്ന അവർ രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും അവർ അവനെ പൊന്നുപോലെ വളർത്താൻ തുടങ്ങി. അവൻ്റെ പേര് പിലീപ്ക എന്നായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് പിലീപ്കയുടെ കഥയാണ്. അവൻ്റെ അച്ഛനമ്മമാർ പിലീപ്കയെ പൊന്നുപോലെയാണ് വളർത്തിയത്. തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്നും പറഞ്ഞ് അവരവനെ കൊഞ്ചിച്ച് വളർത്തി. അവന് വേണ്ടതെല്ലാം എപ്പോഴും ഉണ്ടാക്കി കൊടുത്തു. പിലീപ്ക നല്ല മിടുക്കനായിട്ട് വളർന്നു വരികയായിരുന്നു. ഒരു ദിവസം അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് സ്വർണ്ണ നിറമുള്ളൊരു തോണിയും വെള്ളി നിറമുള്ളൊരു പങ്കായവും വേണം. എനിക്ക് മീൻ പിടിക്കാൻ പോകണം. അവൻ എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്ന പിതാവ് അതും സാധിച്ചു കൊടുത്തു. അവന് സ്വർണ്ണ നിറമുള്ളൊരു തോണിയും വെള്ളി നിറമുള്ള പങ്കായവും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ പിലീപ്ക മീൻ പിടിക്കാൻ പോയി. അവൻ മീൻ പിടിക്കുന്നതിൽ വലിയ മിടുക്കനായിരുന്നു. പല ദിവസങ്ങളോളം രാവും പകലും തുടർച്ചയായിട്ട് അവൻ മീൻ പിടിച്ചു. അവൻ ചൂണ്ടയിട്ടാണ് മീൻ പിടിക്കുക. എപ്പോൾ ചൂണ്ടയിട്ടാലും ചൂണ്ടയിൽ മീൻ കൊടുക്കും. സത്യത്തിൽ അവന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നേരമില്ലാതായി. ഓരോ തവണ അടുത്ത തവണ വീട്ടിൽ പോകാം എന്ന് കരുതുമ്പോൾ ചൂണ്ടയിൽ ഒരു മീൻ കൊളുത്തും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമമായി. അങ്ങനെ അമ്മ അവനുള്ള ഭക്ഷണവുമായിട്ട് കടൽ തീരത്തേക്ക് വരാൻ തുടങ്ങി. അമ്മ കടൽ തീരത്ത് വന്നിരുന്ന്, മോനെ പിലീപ്ക, ഉച്ചയായി, വന്ന് പലഹാരം തിന്നിട്ട് പോ എന്ന് പറയും. തിരമാലകൾക്ക് മേലെ കൂടി അവൻ്റെ അമ്മയുടെ ശബ്ദം അങ്ങനെ ഉയർന്ന് അവൻ്റെ അടുത്തെത്തും. അപ്പോൾ പിലീപ്ക വഞ്ചി തുഴഞ്ഞ് കരയിലേക്ക് വരും. കരയിലേക്ക് ഇറങ്ങുകയൊന്നുമില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി വഞ്ചിയിൽ വെക്കും. മീൻ അമ്മയ്ക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. പലഹാരവും തിന്നിട്ട് അവൻ വീണ്ടും ഉൾക്കടലിലേക്ക് പോകും. വീണ്ടും മീൻ പിടിക്കും. മീൻ പിടിക്കുന്നത് വളരെ രസമായിട്ട് അവന് തോന്നി. അവനങ്ങനെ രസിച്ച് മീൻ പിടിച്ചുകൊണ്ടിരുന്നു. വലിയ ദുർമന്ത്രവാദിനിയാണ് ബാബായക. ബാബായകയ്ക്ക് ഇത് കണ്ടിട്ട് തീരെ സഹിച്ചില്ല. ഒരു തടിക്കഷ്ണത്തിൽ നിന്ന് വന്ന ഒരു ചെറിയ പയ്യൻ, അവന് എത്രമാത്രം മീനാണ് കിട്ടുന്നത്. മാത്രമല്ല അവൻ്റെ അമ്മ നല്ല പലഹാരങ്ങൾ കൊണ്ടു കൊടുത്ത് അവനിങ്ങനെ കൊഴുത്തുരുണ്ട് വരികയാണ്. ഇവനെ തിന്നാൻ നല്ല രുചിയായിരിക്കും. ബാബായക കുറേ ദിവസം കടൽക്കരയിൽ വന്ന് നോക്കി നിന്നു. എങ്ങനെയാണ് അമ്മ മകനെ വിളിക്കുന്നത് കേട്ട് പഠിച്ചു. ഒരു ദിവസം അമ്മ വരുന്നതിന് തൊട്ട് മുമ്പേ ബാബായക ഒരു ചാക്കും ഒരു തോട്ടിയും എടുത്തുകൊണ്ട് കടൽക്കരയിൽ പോയി നിന്ന് വിളിച്ചു, മോനെ പിലീപ്ക, ഉച്ചയായി, നീ വന്ന് പലഹാരം തിന്നിട്ട് പോ. തന്നെ വിളിക്കുന്നത് അമ്മയാണെന്നാണ് പിലീപ്ക കരുതിയത്. അതുകൊണ്ട് അവൻ വഞ്ചി തുഴഞ്ഞ് കരയിലേക്ക് വന്നു. സാധാരണ അവൻ അടുത്തേക്ക് വരികയൊന്നുമില്ല. അമ്മ ഒരു വലിയ പാത്രത്തിൽ പലഹാരമാക്കി അവൻ എറിഞ്ഞു കൊടുക്കുകയും അവൻ വലിയൊരു കെട്ടാക്കി മീൻ അമ്മയ്ക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അന്നും അവന് മീൻ ഇങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. പക്ഷേ ബാബായക തൻ്റെ കയ്യിലുണ്ടായിരുന്ന നീണ്ട തോട്ടി കൊണ്ട് വഞ്ചിയിൽ ഒരു കുടുക്കിട്ടു. എന്നിട്ട് അത് വലിച്ച് കരയിലേക്ക് കയറ്റി പിലീപ്കയെ പിടിച്ച് ചാക്കിനകത്തിട്ടു. എന്നിട്ട് ആഹാ എന്ന് ആർത്തി വിളിച്ചു, ഇനി നീ മീൻ പിടിക്കുകയൊന്നുമില്ല, നിന്നെ ഞാൻ കൊണ്ട് തിന്നാൻ പോവാം. ചാക്കും തോളത്തിട്ടുകൊണ്ട് അവൾ കാടിനുള്ളിലേക്ക് പോയി. പക്ഷേ ബാബായകയുടെ വീട്ടിലേക്ക് ഒരുപാട് ദൂരം പോകണമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്കും ബാബായക ക്ഷീണിച്ചു. എന്നിട്ട് വിശ്രമിക്കാൻ ഒരിടത്തിരുന്നു. അങ്ങനെ ഇരുന്ന് അവളങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ പിലീപ്ക തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചൂണ്ടക്കുളത്ത് കൊണ്ട് ചാക്ക് പതുക്കെ മുറിച്ച് അതിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് കുറേ കല്ലുകൾ ചാക്കിനകത്ത് എടുത്തിട്ട് അത് വീണ്ടും തുന്നി ചേർത്തു. എന്നിട്ട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി.
അപ്പോഴേക്കും അമ്മ ഭക്ഷണം കൊണ്ട് വരുന്നതേ ഉള്ളൂ. കുറേ കാലം കൊണ്ട് മകനെ ഒന്ന് അടുത്ത് കിട്ടിയപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അമ്മയെ കണ്ടപ്പോൾ ഫിലിപ്പിക്കും വലിയ സന്തോഷമായി. അവന് അമ്മയുടെ ഒപ്പം വീട്ടിൽ പോയി വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് വീണ്ടും കടലിലേക്ക് പോയി. ഈ സമയത്ത് ബാബായകയാണെങ്കിലോ അവൾ ഉണർന്നിട്ട് കല്ല് നിറച്ച ചാക്കും മുതുകിലേറ്റി ഞരങ്ങിയും മൂളിയും ഒരു വിധത്തിൽ വീട്ടിലേക്ക് നടന്നു. എന്നിട്ട് മകളോട് പറഞ്ഞു, മോളെ, ഞാനൊരു മീൻ പിടുത്തക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഉച്ച ഭക്ഷണത്തിന് എനിക്കിവനെ ചുട്ട് തരണം. അപ്പോൾ ബാബായകയുടെ മകള് ഓടി വന്ന ചാക്ക് തുറന്ന് അവനെ പുറത്തേക്ക് കുടഞ്ഞിട്ടു. താഴെ വീണത് കുറേ ഉരുളൻ കല്ലുകൾ. ബാബായക കല്ല് കൊണ്ട് വിറച്ചു. ആ അഹങ്കാരി ചെറുക്കൻ എന്നെ പറ്റിച്ചു, ഞാനിന്ന് അവനെ കാണിച്ചു കൊടുക്കാം. ബാബായക വീണ്ടും കടൽക്കരയിലേക്ക് ഓടി. എന്നിട്ട് ഫിലിപ്കയെ വിളിച്ചു. മോനെ ഫിലിപ്ക, നേരെ ഉച്ചയായി, നീ വന്ന് പലഹാരം തിന്നിട്ട് പോ. പക്ഷേ ഇത്തവണ ഫിലിപ്കയ്ക്ക് മനസ്സിലായി ഇത് തൻ്റെ അമ്മയല്ല. അതുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിന്നെ ഭംഗിയായിട്ടറിയാം. നീ എൻ്റെ അമ്മയല്ല, നീ ബാബായകയാണ്. എൻ്റെ അമ്മയുടെ ശബ്ദം ഇതിൽ എത്രയോ സുന്ദരമാണ്, എത്രയോ നേർത്തതാണ്. ബാബായക എത്ര വിളിച്ചിട്ടും ഫിലിപ്ക പിന്നെ വിളി കേട്ടില്ല. ബാബായകയ്ക്കാണെങ്കിൽ ഫിലിപ്കയെ തിന്നാഞ്ഞിട്ട് വയ്യ. അവളുടനെ ഒരു കൊല്ലൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, കൊല്ല, എൻ്റെ നാവിൻ്റെ മൂർച്ച കൂട്ടുകയും കട്ടി കുറയ്ക്കുകയും വേണം. അപ്പോൾ കൊല്ലം പറഞ്ഞു, ശരി, അങ്ങനെ ആവട്ടെ, നീ ഈ കല്ലിലോട്ടൊന്ന് വെച്ചതാ. അങ്ങനെ ബാബായക നാക്ക് നീട്ടി ഒരു കല്ലിലേക്ക് വെച്ചു കൊടുത്തു. കൊല്ലൻ വലിയൊരു ചുറ്റിക എടുത്ത് അടിച്ചടിച്ച് ആ നാക്ക് ഇല പോലെ പരത്തി. അപ്പോൾ ബാബായക അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കടൽക്കരയിലേക്ക് ഓടി. എന്നാൽ നേർത്ത ശബ്ദത്തിൽ ഫിലിപ്കയെ വിളിച്ചു, മോനെ ഫിലിപ്ക, നേരെ ഉച്ചയായി, നീ വന്ന് പലഹാരം തിന്നിട്ട് പോ. ഇപ്പോൾ ഫിലിപ്കയ്ക്ക് തോന്നി ഇത് അമ്മ തന്നെയാണ് വിളിക്കുന്നത്. അവൻ കരയിലേക്ക് തുഴഞ്ഞു ചെന്നു. അപ്പോൾ പഴയതുപോലെ ബാബായക തോട്ടിക്കൊണ്ട് അവൻ്റെ വഞ്ചിയിൽ കുടുക്കിട്ട് അത് വലിച്ചടുപ്പിച്ച് അവനെ പിടിച്ച് ചാക്കിലാക്കി തലയിൽ വെച്ച് കൊണ്ടുപോയി. ഇത്തവണ നീ എന്നെ പറ്റിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ എങ്ങും നിൽക്കുന്നില്ല, നേരെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് ബാബായക പറഞ്ഞു. അങ്ങനെ അവൾ ഫിലിപ്കയും തലയിലേറ്റി വളരെ ബുദ്ധിമുട്ടി വീട്ടിലേക്ക് നടന്നു. ഫിലിപ്കയ്ക്ക് നല്ല ഭാരമുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് കുറേ ദൂരം ചെന്ന് കാടിനകത്ത് അവളുടെ വീടിനടുത്തെത്തി. എന്നിട്ട് ചാക്കിനകത്ത് നിന്ന് അവനെ കുടഞ്ഞ് തൻ്റെ മകളുടെ മുന്നിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ആ തട്ടിപ്പുകാരൻ, ഇവനെ ഒന്ന് പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞാണ്. അതുകൊണ്ട് നീ ഇപ്പം തന്നെ അടുപ്പ് കത്തിച്ച് ഇവനെ ചുട്ടെടുക്കണം. നല്ല ഭാരമുള്ള ഫിലിപ്കയും കൊണ്ട് നടന്ന് ക്ഷീണിച്ച് വന്നതുകൊണ്ട് ബാബായകയ്ക്കൊന്ന് കുളിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ബാബായക കുളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് പോയി. മകളാണെങ്കിൽ വലിയ അടുപ്പ് കത്തിച്ചു. എന്നിട്ട് അടുപ്പിനുള്ളിലേക്ക് സാധനങ്ങൾ ചൂടാൻ വെക്കുന്ന വലിയൊരു ചട്ടുകം ഉണ്ടായിരുന്നു. ആ ചട്ടുകം കൊണ്ടുവന്ന് ഫിലിപ്കയുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, നീ ഇതിൻ്റെ മുകളിലൊക്കെ കിടക്ക്, ഞാൻ നിന്നെ അടുപ്പിലേക്ക് വെക്കട്ടെ. ഫിലിപ്ക ഉടനെ കാല് രണ്ടും പൊക്കി പിടിച്ച് തലയും കുത്തി ആ ചട്ടുകത്തിൻ്റെ മേലെ കയറി കിടന്നു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അയ്യോ, ഇങ്ങനെയല്ല കിടക്കേണ്ടത്, ഇങ്ങനെ കിടന്നാൽ നിന്നെ എനിക്ക് അടുപ്പിലേക്ക് വെക്കാൻ പറ്റില്ല, നീ കുറുകെ കിടക്കണം. അപ്പോൾ ഫിലിപ്ക തന്നെ രണ്ട് കൈയും പൊക്കി ആ ചട്ടുകത്തിൻ്റെ മേലെ കയറിയിരുന്നു. ഇങ്ങനെയാണോ നിൽക്കേണ്ടത്? അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അയ്യോ, ഇങ്ങനെയല്ല. അപ്പോൾ ഫിലിപ്ക്ക് പറഞ്ഞു, എന്നാൽ നീ എന്നെ ഒന്ന് കാണിച്ചത് എങ്ങനെയായി ചട്ടുകത്തിൻ്റെ മേലെ കയറി കിടക്കുന്നത്? ഞാനിതുവരെ ഇങ്ങനെ ചട്ടുകത്തിൻ്റെ മേലെ ഒന്നും കിടക്കാത്തത് കൊണ്ട് എനിക്ക് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ആരെയും ചുടുന്ന ഒന്നും ഇതുവരെ കണ്ടു പഠിച്ചിട്ടുമില്ല. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അതിനാണ് വിഷമം, ഞാൻ കാണിച്ചു തരാം. അവൾ ആ ചട്ടുകത്തിൻ്റെ മേലെ കയറി കുറുകെ കിടന്നു. അവൾ അങ്ങോട്ട് കിടന്നതും ഫിലിപ്ക്ക് ആ ചട്ടുകം എടുത്ത് നേരെ അടുപ്പിലേക്ക് വെച്ചിട്ട് വലിയൊരു കല്ലുരുട്ടി അടുപ്പങ്ങ് അടച്ചു. അങ്ങനെ ബാബായകയുടെ മകൾ അടുപ്പിൽ കിടന്ന് വെന്തു. ഫിലിപ്ക്ക് അവൻ ഓടി വീടിൻ്റെ മുറ്റത്തുള്ള ഒരു അത്തിമരത്തിന് മുകളിൽ കയറിയിരുന്നു. ബാബായക കുളിച്ചിട്ട് വന്നപ്പോൾ നല്ല മണം, ചുട്ട മാംസത്തിൻ്റെ മണം. അവൾ വേഗം അടുപ്പിനടുത്തേക്ക് ചെന്നിട്ട് മുഴുവൻ മാംസം അതിനുള്ളിൽ നിന്ന് എടുത്ത് തിന്നു. തൻ്റെ മകൾ എവിടെയെന്ന് പോലും അവൾ നോക്കിയില്ല. ബാക്കി വന്ന എല്ലുകളെല്ലാം കൂടെ അവൾ മുറ്റത്തേക്ക് എറിഞ്ഞിട്ട് അതിൻ്റെ മേലെ കിടന്ന് ഉരുണ്ടു. ഞാൻ എല്ലിന് മീതെ വീഴും, എല്ലിന് മീതെ ഉരുളും, കാരണം എനിക്കിന്ന് വലിയ സന്തോഷമാണ്. ഞാൻ ഫിലിപ്കയുടെ മാംസം തിന്നു, ഞാൻ അവൻ്റെ ചോരയും കുടിച്ചു. അപ്പോൾ ഫിലിപ്ക ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, നീ എല്ലിൻ്റെ മീതെ വീണോ, നീ എല്ലിൻ്റെ മീതെ കിടന്നുരുണ്ടോ, നീ നിൻ്റെ മോടെ മാംസം തിന്നു, നീ അവളുടെ ചോര കുടിച്ചു. ഇത് കേട്ട് ബാബായകയുടെ മുഖം കോപം കൊണ്ട് കറുത്തു. അവൾ അത്തിമരത്തിൻ്റെ അടുത്തേക്ക് കൂടിയിട്ട് പല്ലുകൊണ്ട് മരം കാർന്ന് മുറിച്ച് തുടങ്ങി. കുറേ നേരം അങ്ങനെ മുറിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പല്ലെല്ലാം പോയെന്നല്ലാതെ മരം താഴെ വീണില്ല. അപ്പോൾ അവൾ വീണ്ടും കൊല്ലൻ്റെ അടുത്തോട്ട് ഓടി. എന്നിട്ട് പറഞ്ഞു, കൊല്ല, എനിക്ക് ഉരുക്ക് കൊണ്ടൊരു കോടാലി ഉണ്ടാക്കിത്താ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ പിള്ളേരെ മുഴുവൻ പിടിച്ച് തിന്നും കേട്ടോ. പേടിച്ചു പോയ കൊല്ലൻ ഉടൻ തന്നെ അവൾക്കൊരു കോടാലി ഉണ്ടാക്കി കൊടുത്തു.
ബാബായാക ആ കോടാലിയും കൊണ്ട് അത്തിമരത്തിൻ്റെ അടുത്തോട്ട് ഓടി വന്നിട്ട് അത് മുറിക്കാൻ തുടങ്ങി. അപ്പോൾ ഫിലിപ്ക മരത്തിന് മുകളിൽ ഇരുന്നിട്ട് കോടാലിയോട് പറഞ്ഞു, മരത്തിന് പകരം പാറയിൽ മുട്ട്. ബാബായാക പറഞ്ഞു, പാറയ്ക്ക് പകരം മരത്തിൽ മുട്ട്. ഫിലിപ്ക വീണ്ടും പറഞ്ഞു, മരത്തിന് പകരം പാറയിൽ മുട്ട്. അപ്പോൾ ബാബായാക പറഞ്ഞു, പാറയ്ക്ക് പകരം മരത്തിൽ മുട്ട്. കോടാലിക്ക് എന്ത് ചെയ്യണമെന്ന് ആകെപ്പാടെ പിടി കിട്ടിയില്ല. കോടാലിക്ക് എന്ത് പറ്റി? അത് ബാബായാഗയുടെ കയ്യിൽ നിന്ന് തെറ്റി അടുത്തുള്ളൊരു പാറയിൽ മുട്ടി വക്കടർന്നു പോയി. അതോടെ അതിൻ്റെ മൂർച്ച അങ്ങ് പോയി. ബാബായാഗയ്ക്ക് ഭയങ്കര കോപം വന്നു. അവൾ അട്ടഹസിച്ചുകൊണ്ട് ആ കോടാലിയും കൊണ്ട് കൊല്ലൻ്റെ അടുത്തേക്ക് വീണ്ടും ഓടി അതിന് മൂർച്ച വെപ്പിക്കാൻ. ഫിലിപ്ക നോക്കുമ്പോൾ അത്തിമരം പതുക്കെ പതുക്കെ ഒരു വശത്തേക്ക് ചരിഞ്ഞ് വരുന്നുണ്ട്. ബാബായാഗ അത് മുക്കാലും മുറിച്ച് കളഞ്ഞു. ഉടൻ തന്നെ അത് താഴെ വീഴും. ആ സമയത്താണ് ആകാശത്തൂടി ഒരു പറ്റം വാത്തത്താറാവുകൾ പറന്നു വരുന്നത് ഫിലിപ്ക കണ്ടത്. ഫിലിപ്ക പറഞ്ഞു, വാത്തകളെ ഓരോ തൂവലെറിഞ്ഞു തരൂ, ഞാൻ വീട്ടിൽ ചെന്നവണ്ണം നിങ്ങൾക്കൊരു പ്രതിഫലം തരാം. വാത്തകളുടൻ തന്നെ അവരുടെ ചിറകിൽ നിന്ന് ഓരോ തൂവൽ വീതം എറിഞ്ഞു കൊടുത്തു. ആ തൂവൽ കൊണ്ട് ഫിലിപ്ക ഒരു ചിറകിൻ്റെ പകുതി ഉണ്ടാക്കി. അപ്പോഴേക്കും രണ്ടാമതൊരു പറ്റം വാത്തകൾ കൂടി വന്നു. ഫിലിപ്ക അവരോടും വിളിച്ചു പറഞ്ഞു, വാത്തകളെ ഓരോ തൂവലെറിഞ്ഞു തരൂ, പറന്ന് വീട്ടിൽ ചെന്ന ഉടനെ ഞാൻ നല്ലൊരു പ്രതിഫലം തരാം. രണ്ടാമത്തെ പറ്റവും ഓരോ തൂവൽ വീതം എറിഞ്ഞു കൊടുത്തു. മൂന്നാമതും ഒരു പറ്റം വാത്തത്താറാവുകൾ വന്നു. അവർക്കും പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഫിലിപ്ക കുറേ തൂവലുകൾ വാങ്ങി. നാലാമതും ഒരു പറ്റം വാത്തത്താറാവുകൾ വന്നു. അവരോടും അവൻ കുറച്ച് തൂവലുകൾ വാങ്ങി. അങ്ങനെ ആ തൂവലുകളെല്ലാം ചേർത്ത് അവൻ നല്ല 2 ചിറകുകൾ ഉണ്ടാക്കിയിട്ട് വാത്തത്താറാവുകൾക്കൊപ്പം പറന്ന് പോയി. അപ്പോഴേക്കും ബാബായാഗ കൊല്ലൻ്റെ ആലിൽ നിന്ന് ഓടി വന്നു അത്തിമരം വെട്ടിത്തുടങ്ങി. അവളുടെ വെട്ടിൻ്റെ ശക്തി കൊണ്ട് ആ മരപ്പൂളുകൾ 4 പാടും ചിതറി. ദേഷ്യം കൊണ്ട് അവൾക്ക് കണ്ണ് കാണാൻ വയ്യായിരുന്നു. അങ്ങനെ വെട്ടി ആ അത്തിമരം വലിയൊരു ശബ്ദത്തോടെ അവളുടെ മേലേക്ക് മറിഞ്ഞു വീണ് അവൾ ചത്തുപോയി. ഫിലിപ്കയാണെങ്കിൽ വാത്തകളോടൊപ്പം പറന്ന് വീട്ടിലെത്തി. അവനെ കണ്ടപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമായി. അവരവനെ മേശയുടെ അടുത്ത് കൊണ്ടിരുത്തി ഒരുപാട് പലഹാരങ്ങൾ കൊടുത്തു. അവന് തൂവലുകൾ കൊടുത്ത വാത്തകൾക്ക് അവർ വയറ് നിറയെ മീനും കൊടുത്തു. അങ്ങനെ ഫിലിപ്കയും അച്ഛനും അമ്മയും സന്തോഷമായിട്ട് ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.